ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്നത്തെ വീഡിയോ ഞാനൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. നാളെ ഞങ്ങളുടെ വാർഡിലൊരു ഷെയർഡ് ലഞ്ച് ഉണ്ട്. ഷെയർഡ് ലഞ്ച് എന്ന് പറയുമ്പോൾ എവറിബഡി വിൽ ബ്രിങ് ദെയർ ഓൺ ഒതന്റിക്, അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്ത് കുക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഫുഡ് കൊണ്ടുവരും. ദെൻ വിൽ ഓൾ ഹാവ് എ ലഞ്ച് ടുഗെദർ. സോ ഞാൻ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ളൊരു പുലാവും അതുപോലെ തന്നെ ഒരു ചിക്കൻ കറിയാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് ഇവിടെ. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ട് ഓനിയൻസ് എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് വേണം കുറച്ച്. നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോയാ ചാങ്ക്സ് നമ്മളിവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ആൻഡ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. വെളുത്തുള്ളി ഒരു 3 അല്ലി എടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു സ്ക്വയറിൽ ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില, അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള മല്ലിയില, 2 പച്ചമുളക്. ഒരുപാട് എരിവ് വേണ്ടെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് നമ്മളിവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ താഴെ മാത്രം മതി. കഴുകിയിട്ട് ഒന്ന് വെള്ളം വാരാനായിട്ട് വെക്കുക. ഫസ്റ്റ് നമ്മൾ ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ടേബിൾ സ്പൂണും പിന്നെ കുറച്ചും നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അതിനകത്തേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. പിന്നെ ഒനിയൻ, ഒരു സവാള നന്നായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ അരയ്ക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില. സോ ഇത്രയും സാധനങ്ങൾ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വെക്കണം. സവാളയിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ അത് പെട്ടെന്നായിട്ട് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. സോ നമ്മളങ്ങനെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഫസ്റ്റിൽ. അതിനുശേഷം നമ്മൾ അരച്ചു കൊണ്ടുവന്നില്ലേ, നമ്മുടെ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം, അതായത് തക്കാളി ഉണ്ട്, നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെ ക്യാരറ്റ്സ് ഉണ്ട്, എന്ത് വെജിറ്റബിൾസ് വേണമെന്ന് തടയും കേട്ടോ. ആൻഡ് അതൊന്ന് നന്നായിട്ട് കുറച്ചൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അരിയും ചേർത്ത് അരിയുടെ മുകളിൽ വരെ വെള്ളം ചേർത്ത്, ഒരുപാട് വെള്ളം വേണ്ട, അത് അരിയുടെ മുകളിൽ വരെ വെള്ളം ചേർക്കാം. അതിനുശേഷം കുക്കറിൽ ഒരു വിസിൽ വരണ്ട, അതുവരെ ഒന്ന് ചെറിയൊരു തീയിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോയാബീൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി വന്നിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അത് നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഉപ്പ്, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ലെമൺ ജ്യൂസ്, അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഒരുപാട് നേരമില്ല, കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബട്ടർ ആണ് നമ്മൾ ചേർക്കുന്നത്, അപ്പം ബട്ടറും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക്കും ഒനിയനും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ, കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. പിന്നെ ടൊമാറ്റോ ഒരു വലിയൊരു ടൊമാറ്റോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതും നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് സോട്ട് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് സോട്ട് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് പെരിഞ്ജീരകം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, സോ അതവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ വാർഡിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടേ, സോ അവരധികം സ്പൈസി ഒന്നും ഇഷ്ടമുണ്ടാവില്ല. സോ നമ്മൾ കൊറിയാണ്ടർ പൗഡർ ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയോട് ചേർത്തിട്ടുണ്ട് കേട്ടോ. സോ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ആൻഡ് ഗ്രാജുവലി നമ്മുടെ കഴുകി വെച്ചിരുന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരിട്ട് വേവിക്കാം. ആ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഫൈനലി നമ്മളൊരു തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സ്പൈസി ആയിട്ടല്ല ചെയ്തേക്കുന്നത്, ഒരു മൈൽഡ് സ്പൈസി ആയിട്ട് കോക്കനട്ട് മിൽക്കൊക്കെ ചേർത്തിട്ട് നല്ലൊരു ചിക്കൻ കറിയാണ്. സോ ഇതാണ് നാളെ എനിക്ക് കൊണ്ടുപോകാനുള്ളത്. സോ ബാക്കിയുള്ളവരൊക്കെ എന്ത് കൊണ്ടുവരുമെന്ന് അറിയില്ല, നമുക്ക് പോയിട്ട് നോക്കാം. ബാക്കി വീഡിയോ നാളെ കാണാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാർഡിലത്തെ ക്രിസ്മസിൻ്റെ പരിപാടിയാണിത്. സോ ദീസ് ആർ മൈ കലീഗ്സ് ആൻഡ് ദേ ഓൾ ബ്രിങ് സം ഫുഡ് ആൻഡ് സംബഡി ബോട്ട് KFC. സോ ദാറ്റ്സ് മൈ പുലാവ് റൈസ്. ആൻഡ് ഇതൊക്കെ ഓരോ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഡിഷസാണ്. സോ വി ഹാഡ് എ ഗുഡ് ലഞ്ച് ഓൾ ടുഗെദർ. സോ വർക്കിൻ്റെ ഒരു പ്രഷറൊന്നും ഇല്ലാതെ വി ഓൾ ഹാഡ് എ ഗുഡ് ടൈം. കാരണം എല്ലാ ഇയറും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ക്രിസ്മസ് ലഞ്ച്. സോ വി ഓൾ ബ്രിങ് അവർ ഫുഡ് ആൻഡ് വി ഷെയർ, വി ഈറ്റ്, വി ഹാവ് ഫൺ. അവിടെ മ്യൂസിക് ഉണ്ടായിരുന്നു. ദെൻ ദാറ്റ്സ് ഇറ്റ് ഓൾ അബൌട്ട് ടുഡേ. അങ്ങനെ വി ഹാഡ് എ ഗുഡ് ക്രിസ്മസ് ലഞ്ച്. അവർ ടീം, ഞാൻ ഡേ സർജറിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഡേ സർജറി ടീം, ദിസ് ഈസ് മൈ ടീം മെമ്പേഴ്സ്.
സോ ദാറ്റ് വാസ് ദാറ്റ്. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സീക്രട്ട് സാന്റ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നേ. സോ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഗിഫ്റ്റ്. ആൻഡ് ദിസ് ഈസ് ഫ്രം മൈ സീക്രട്ട് സാന്റ. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ മോയ്സ്ചറൈസർ, ക്രീംസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. സോ ദാറ്റ് വാസ് ദാറ്റ് അബൌട്ട് ടുഡേയ്സ് വ്ളോഗ്. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്.